നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ ബീഹാറിൽ വൻ പ്രഖ്യാപനവുമായി മുഖ്യമന്ത്രി നിതീഷ് കുമാർ. സംസ്ഥാനത്ത് 125 യൂണിറ്റ് വരെ വൈദ്യുതി സൗജന്യമാക്കുമെന്നാണ് അദ്ദേഹത്തിൻ്റെ പ്രഖ്യാപനം. ഓഗസ്റ്റ് 1 തീയതി മുതൽ ഇത് പ്രാബല്യത്തിൽ വരുമെന്നാണ് നിതീഷ് കുമാറിൻ്റെ പ്രസ്താവന. വിനീത വി ജി ഡൽഹി വിവരങ്ങളുമായി ചേരുന്നു. വിനീത, ഇപ്പോൾ ഇത് പ്രഖ്യാപിക്കുന്നതിൽ എന്തെങ്കിലും താല്പര്യമുണ്ടോ? എസ്കെൻ സൂചിപ്പിച്ചതുപോലെ തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെയാണ് ബീഹാറിൽ ഇത്തരത്തിലേക്കുള്ള വൻ പ്രഖ്യാപനങ്ങൾ നിതീഷ് കുമാർ നടത്തിയിരിക്കുന്നത്. ഏറ്റവും പ്രധാനം 125 യൂണിറ്റ് വരെ സൗജന്യമെന്നാണ് അദ്ദേഹം പറയുന്നത്. ഇതിന്റെ ഒരു ഗുണം അത് സംസ്ഥാനത്തെ 1,67,00,000 കുടുംബങ്ങൾക്ക് ഈ പദ്ധതി പ്രയോജനപ്പെടുമെന്നാണ് നിതീഷ് കുമാർ പറയുന്നത്. ഓഗസ്റ്റ് 1 മുതൽ ഇത് നടപ്പിലാക്കുമെന്നും അദ്ദേഹം അറിയിച്ചിട്ടുണ്ട്. അതായത് 125 യൂണിറ്റ് വരെ ഉപയോഗിക്കുന്ന ആ സംസ്ഥാനത്തിലുള്ള ആളുകൾക്ക് ആ യൂണിറ്റിനായി പണം നൽകേണ്ടി വരില്ല. 125 യൂണിറ്റിന് മുകളിൽ ഉപയോഗിക്കുന്നവർക്ക് മാത്രം അതിന്റെ പണം നൽകിയാൽ മതി എന്നുള്ളതാണ് ആ പദ്ധതി പ്രകാരം അദ്ദേഹം നടപ്പിലാക്കാൻ പോകുന്നത്. അത് ഓഗസ്റ്റ് 1 മുതൽ നടപ്പാക്കുമെന്നും അദ്ദേഹം അറിയിച്ചിട്ടുണ്ട്. ഇത് കൂടാതെ തന്നെ അടുത്ത വർഷങ്ങളിൽ ഈ പൂർണ്ണമായും ഒരു സൗരോർജ്ജ പദ്ധതിയിലേക്കടക്കം സംസ്ഥാനം നീങ്ങുന്നുവെന്നും അതുമായി ബന്ധപ്പെട്ട എല്ലാ സാധാരണക്കാരെയും പരിഗണിച്ചുകൊണ്ടായിരിക്കും അത്തരത്തിലേക്കുള്ള ഒരു പദ്ധതി എന്നുമൊക്കെ അദ്ദേഹം അറിയിച്ചിട്ടുണ്ട്. ഏതാണെങ്കിലും ഇങ്ങനെയുള്ളൊരു വൻ പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത് ഈ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി എന്നുള്ളത് തന്നെയാണ് ഏറ്റവും ശ്രദ്ധേയം. എസ് കെ